എം.ആർ. അജിത് കുമാറിന്റെ രക്തത്തിനായി ജിഹാദികൾ ദാഹിക്കുന്നത് എന്തിന്? സത്യത്തിന് നേരെ തുറന്നു പിടിച്ച ITV ന്യൂസിന്റെ ക്യാമറ കണ്ണുകൾ ഇന്ന് തിരിക്കുന്നത് മൂടിവെക്കപ്പെട്ട മാസ്ക് ഇടപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ്. ആദ്യം നമുക്ക് ഉത്തരം കിട്ടേണ്ടുന്ന ചില ചോദ്യങ്ങളിലേക്ക്. ഒന്ന്, കേരള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ പദവിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ, വ്യക്തമായി പറഞ്ഞാൽ DGP ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെയും ഭാര്യ S. ഫരീദ ഫാത്തിമയുടെയും ഭൂമി ജപ്തി ചെയ്ത് 30 ലക്ഷം രൂപ വസൂലാക്കി കബളിപ്പിക്കപ്പെട്ട പ്രവാസി വ്യവസായി ഉമർ ഷരീഫിന് നൽകുവാൻ കോടതി ഉത്തരവിട്ടിരുന്നു. DGPയുടെ പദവി വഹിച്ച് ആ ക്യാബിനിലിരുന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തിയെന്ന് മാത്രമല്ല, വിശ്വാസവഞ്ചന നടത്തിയതിനാണ് കോടതി ജപ്തി നടപടിക്ക് ഉത്തരവിട്ടത്. വ്യക്തമായ തെളിവുകളുള്ള കോടതി ഉത്തരവ് തന്നെയുള്ള ഈ കേസിൽ എന്തുകൊണ്ടാണ് PV അൻവർ പ്രതികരിക്കാതിരുന്നത്? ഇത്രയും നാണം കെട്ട ഒരു സംഭവം ഇതിനു മുമ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു മരത്തിന്റെ ശിഖരം മുറിച്ചതിലും എത്രയോ ഗൗരവമുള്ള കേസാണ് അൻവർ ഇത്. പക്ഷേ അത് നടത്തിയത് ഞമ്മന്റെ ആളാണ്. അത് ഞമ്മൾ മിണ്ടൂല. ഇത് കണ്ടാൽ ഞങ്ങൾ അണ്ണാക്കിൽ മുയുത്ത പയം തിരികി മിണ്ടാതിരിക്കും. അതുപോലെ മുൻ DGPയും പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും എല്ലാ തൊട്ടിത്തരത്തിനും കുടപിടിച്ചവനും കുടപിടിക്കുന്നവനും കുട പിടിച്ചുകൊണ്ടേയിരിക്കുന്നവനുമായ, റിട്ടയർ ചെയ്തിട്ടും ഇപ്പോൾ കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ അവരോധിക്കപ്പെട്ടവനുമായ ലോക ഫ്രോഡായ ലോകനാഥ് ബെഹ്റ തന്റെ ക്യാപ്പ് ഒരു അഭിസാരികയുടെ തലയിൽ വെച്ചുകൊടുത്ത് അവൾ അയാളുടെ ബാറ്റണും പിടിച്ച് ബെഹ്റയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയടക്കം മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടും ഒരു നാണക്കേടുമില്ല. എന്തുകൊണ്ട് നിലമ്പൂർ മൂരി അത് കണ്ട് മുക്കറയിട്ട് വന്നില്ല? കാരണം ലവൻ ഞമ്മക്കും നമ്മുടെ ബോസിനും വളരെ വേണ്ടപ്പെട്ടവരാണ്. ഞമ്മ പറയുന്ന പോലെ ആടും അതുകൊണ്ടാണ്. അതുപോലെ ബിരിയാണി ചെമ്പിൽ ക്ലിഫ് ഹൗസിലേക്ക് സ്വർണം കടത്തിയെന്നും, അതുപോലെ ഈത്തപ്പഴത്തിനകത്തും ഖുറാനിനൊപ്പവും സ്വർണം കടത്തിയെന്ന് വിജയന്റെ സ്വർണ്ണക്കടത്തിലെ കൂട്ടുകാരി സ്വപ്ന സുരേഷ് ലോകത്തോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ, വിജയന്റെ അടുക്കളയിൽ ശിവശങ്കരനും മകൾ വീണയും ഭാര്യ കമലയും ഒന്നിച്ചിരുന്ന് കള്ളക്കടത്ത് പ്ലാൻ ചെയ്തപ്പോൾ വിജയൻ മൂങ്ങയെപ്പോലെ മിണ്ടാതെ അടുത്തു വന്നിരുന്നു എന്ന് സ്വപ്ന സുരേഷ് ഉറക്കം വിളിച്ചു പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അന്ന് നിലമ്പൂർ മൂരിയുടെ നാക്ക് പൊങ്ങിയില്ല? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ആ സ്വർണം നമ്മുടെ ബോസിന്റെ ആകുമ്പോൾ എങ്ങനെ നമ്മൾ മുണ്ടും അല്ലേ? അതുപോലെ കോവിഡ് പ്രതിരോധത്തിനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കരാർ US കമ്പനിയായ സ്പ്രിംഗ്ലറിന് നൽകി പിണറായി വിജയൻ നടത്തിയ ശതകോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ എന്തുകൊണ്ട് അൻവർ കാക്കയ്ക്ക് പ്രതികരിക്കുവാൻ തോന്നിയില്ല? അതും ഞമ്മന്റെ ബോസിന്റെ കെയർ ഓഫിലാകുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കും അല്ലേ? 15,000 കോടിയിലധികം മൂല്യമുള്ള 400ഉം 500ഉം വർഷം പഴക്കമുള്ള രാജകീയ വൃക്ഷങ്ങൾ പിണറായിയുടെ കിങ്കരന്മാർ ഇറക്കിയ ഉത്തരവിന്റെ മറവിൽ വയനാട്ടിലെ മുട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മുറിച്ച് അറബി രാജ്യത്തേക്ക് കടത്തിയ കേസ് അട്ടിമറിക്കുകയും മരുമകന്റെ ബിനാമികളെ ആ കാട്ടുകള്ളന്മാരുടെ പങ്കാളികളാക്കി ഒരു പുതിയ ചാനൽ തുടങ്ങുകയും ആ ചാനൽ ഉപയോഗിച്ച് ഇന്ന് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നതും കണ്ടിട്ടും എന്തുകൊണ്ട് നിലമ്പൂർ മൂരി ഇതുവരെ അനങ്ങുന്നില്ല? അത് പിന്നെ അതും ഞമ്മന്റെ സാഹിബിന്റെ കെയർ ഓഫിലാകുമ്പോൾ ഞമ്മടെ മുണ്ടാട്ടം മുട്ടിപ്പോകില്ലേ? ഓർക്കുക, ADGP അജിത് കുമാറിനെതിരെയുള്ള ഈ വിവാദത്തിനും ആദ്യം തിരികൊളുത്തിയത് ഈ കാട്ടുകള്ളന്മാരുടെ ചാനലായിരുന്നു. പണ്ട് ജിഫ്രി വധവുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദരേഖ മുട്ട പുറത്തുവിട്ടെങ്കിലും അന്നത് ചീറ്റിപ്പോയത് കുറെ പേരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. 350 കോടിയുടെ കൊള്ള നടത്തുകയും അതും പോരാഞ്ഞ് ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ആ ലാവ്ലിൻ കൊള്ളക്കേസ് സുപ്രീം കോടതിയിൽ എടുക്കാതെ നീട്ടിവെപ്പിച്ചത് 42 തവണ. കരിമണൽ കൊള്ളക്കാരന്റെ കയ്യിൽ നിന്നുൾപ്പെടെ കോഴ വാങ്ങിയെന്ന കേസ് ED മകളെ തൂക്കാത്തത് ആരുടെ സഹായം കൊണ്ടാണ്? അൻവറെ. പ്രളയ ഫണ്ട് തട്ടിപ്പ് കേസ്, കോരളീയത്തിന്റെയും നവകേരള യാത്രയുടെയും പേരിൽ നടത്തിയ തട്ടിപ്പുകൾ, സഹസ്ര കോടികളുടെ സഹകരണ അപകരണ കൊള്ളകൾ, ആവശ്യമില്ലാതെ ഹെലികോപ്റ്റർ എടുത്ത് പ്രതിമാസം 1 കോടിയോളം വാടക കൊടുക്കുന്ന അഴിമതി, ശബരിമല എയർപോർട്ട് പദ്ധതിയുടെ മറവിൽ നടത്തിയ തീവട്ടിക്കൊള്ളകൾ, അങ്ങനെ പറഞ്ഞാലും തീരാത്ത ദിവസങ്ങൾ വേണ്ടിവരുന്ന തട്ടിപ്പുകൾ നടത്തിയ പിണറായി വിജയനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദാവൂദ് ഇബ്രാഹിമിന്റെ അപ്പനായ പിണറായിക്കെതിരെ ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ നിങ്ങൾ എന്തുകൊണ്ടാണ് അൻവറെ ADGP M.R. അജിത് കുമാറിനെതിരെ വാളുമായി ഇപ്പോൾ ചാടിയിറങ്ങിയത്? ആര് പറഞ്ഞിട്ടാണ് അൻവറെ ഇത്? EDയും എന്തിന് കേന്ദ്രം തൊടാതെ ഈ വിജയന് പരിചയമൊരുക്കുന്നത് ആരാണ് അൻവറെ? നിങ്ങളുടെ ബോസ് അല്ലേ അത് അൻവറെ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ADGP അജിത് കുമാറിനെതിരെ തിരിഞ്ഞത്? അതിനുള്ള ഉത്തരമാണ് ITV ന്യൂസ് തിരയുന്നത്. ആ ഉത്തരമാണ് ഞങ്ങൾക്ക് ആവശ്യം. അതാണ് പൊതുജനങ്ങൾ അറിയേണ്ടുന്നതും. ഇനി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് മലയാളത്തിൽ അടുത്തിടെ തുടങ്ങുകയും വളരെ വേഗം മുൻനിരയിലേക്ക് എത്തുകയും ചെയ്ത 2
ചാനലുകളിലേക്കാണ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്കത് ഏതൊക്കെയാണെന്ന് മനസ്സിലായി കാണും. ഒന്ന്, 24 മണിക്കൂറും ചാടി ചാടി നിൽക്കുന്ന, പ്രത്യക്ഷത്തിൽ ചിട്ടി മുതലാളിയായി നിൽക്കുന്ന ചാനൽ. 2, മരം കൊള്ളക്കാരന്മാരായ സഹോദരന്മാരെ ബിനാമികളാക്കി മുന്നിൽ നിർത്തി ഗണേഷ് കുമാറിന്റെ കയ്യിൽ നിന്നും മേടിച്ച് പാച്ച് വർക്ക് നടത്തിയെടുത്ത ആ ചാനൽ. ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 ചാനലിൻ്റെയും മുഖ്യ ഇൻവെസ്റ്റർ ഇവിടുത്തെ മുഖ്യ കൊള്ളക്കാരനാണ്. അയാളുടെ ബിനാമികളാണ് ഉടമകളെന്ന് പറഞ്ഞ് മുന്നിൽ കാണുന്ന ആളുകൾ. മരുമകന്റെ പേരിലുള്ള സേഫ് ഇൻവെസ്റ്റ്മെന്റ് ആണിത്. ഇതിന് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല, പാർട്ടി കളറും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് അധികാരം പിടിച്ചെടുക്കുവാൻ 24 ഒട്ടൊന്നുമല്ല ഇവരെ സഹായിച്ചത്. കോടികൾ വാരിയെറിഞ്ഞ് സാധാരണ ഒരു മലയാളിയുടെ കണ്ണു തള്ളിക്കാൻ പറ്റിയ എല്ലാ ക്രമീകരണങ്ങളും ഈ 2 ചാനലുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ഉയർന്ന പ്രതിഫലം നൽകി വാർത്താ തൊഴിലാളികളെ ഇവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ചടുലവും നയനമനോഹരവുമായ സ്ക്രീൻ പ്രസൻസിലൂടെ, സെൻസേഷണൽ വാർത്തകളിലൂടെ ഇവർ ഏതാണ്ട് 2-3 സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. അതോടെ പണിയും തുടങ്ങി. കഥാപ്രസംഗ ഇൻട്രോക്കാരൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇൻട്രോ കേട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഇതെല്ലാം വ്യക്തമാകും. മരുമോൻ മുതലാളി പറഞ്ഞിട്ടാണത്രേ ഇതെല്ലാം. പാർട്ടി ചാനലും ഈ 2 ചാനലുകളും കൂടി ചേർന്നാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ. ഈ ടെക്നിക്കിനെ റേപ്പിംഗ് ഓഫ് മൈൻഡ് എന്ന് പറയും. വളരെ ആസൂത്രിതമായി, വളരെ ഓർഗനൈസ്ഡായി ഒരു കാര്യം ഈ 3 ചാനലുകളും ഒന്നിനു പുറകെ ഒന്നായി കണ്ടിന്യൂസായി എയർ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായി മറ്റുള്ള എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റെടുക്കും. ഇവർ ആസൂത്രണം ചെയ്തതുകൊണ്ട് തന്നെ ഇവർ ലീഡ് ചെയ്യുകയും ചെയ്യും, കാര്യങ്ങൾ ലൈവായി നിർത്തുകയും ചെയ്യും. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ADGP അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നടത്തിയ ന്യൂസ് ഷെല്ലിംഗ്. ഇതിനെ വ്യാജമാണെങ്കിലും ന്യൂസ് ഷെല്ലിംഗ് എന്നാണ് പറയുന്നത്. അവർ തിരഞ്ഞെടുത്ത ദിവസം നോക്കുക, ഒരു ഞായറാഴ്ച, മറ്റു വലിയ വാർത്തകളൊന്നുമില്ലാത്ത ദിവസം. അന്ന് അൻവർ ഏതോ ഒരു കുടുസുമുറിയിലിരുന്ന് വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയുന്നു. ചാനലുകൾ അത് ടെലികാസ്റ്റ് ചെയ്യുക മാത്രമല്ല, ഹൈലൈറ്റ്സ് വെണ്ടയ്ക്ക വലിപ്പത്തിൽ എഴുതി കാണിക്കുകയും കാണികളുടെ മനസ്സിലേക്ക് അത് അടിച്ചു കയറ്റുകയും ചെയ്യുന്നു. അജിത് കുമാർ സ്വർണം പൊട്ടിക്കൽ മാഫിയയിലെ പ്രധാന കണ്ണി. അജിത് കുമാർ ആളെ കൊല്ലിച്ചിട്ടുണ്ട്. അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനേക്കാളും ഭീകരൻ. ഓർക്കുക, ഇത് ജിഹാദികൾ ആസൂത്രണം ചെയ്ത വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ആംബുഷ്, സർപ്രൈസ്ഡ് അറ്റാക്ക് ആയിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളിൽ ഇവർ എത്ര സമർത്ഥമായി ജനങ്ങളുടെ ശ്രദ്ധ സർക്കാരിന്റെ ഭരണപരാജയത്തിൽ നിന്ന് തിരിച്ച്, വയനാട് ദുരന്തത്തിൽ നിന്നും മാറ്റി, മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിന്നും തിരിച്ച് ഗുണവും മണവുമില്ലാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തളച്ചിട്ടു. തുടർന്ന് നിലമ്പൂർ മൂരിയുടെ പിന്നാലെ ആക്കി. ഇതാണ് റേപ്പിംഗ് ഓഫ് മൈൻഡ്. ഇവർ തീരുമാനിക്കും കേരളം എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന്. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതയെ, നിങ്ങളുടെ മനസ്സിനെ ബലാത്സംഗം ചെയ്യുവാൻ ഒരു മാപ്രകളെയും അനുവദിക്കരുത്. ഇവർ എന്തിന് ADGP അജിത് കുമാറിനെ കരുവാക്കുന്നു? അദ്ദേഹമാണോ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരൻ? അതാണ് നാം മനസ്സിലാക്കേണ്ടുന്ന സത്യം. കേരളത്തിലേക്ക് കഴിഞ്ഞ 8 കൊല്ലത്തിനിടയ്ക്ക് 10,000 കോടി രൂപയുടെ മൂല്യമുള്ള സ്വർണവും മയക്കുമരുന്നുകളും കള്ളനോട്ടുകളും കടത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അവയെല്ലാം മുഖ്യമന്ത്രിയും ഇവിടുത്തെ എയർപോർട്ടുകൾ വഴിയും തുറമുഖങ്ങൾ വഴിയുമാണ് എത്തിയിട്ടുള്ളത്. ഇതൊരു കൂട്ടുകൃഷിയാണെന്ന് മനസ്സിലാക്കുക. ADGP അജിത് കുമാറിൻ്റേത് ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന തീവട്ടി പറയുന്ന പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചെയ്യേണ്ടതായും വരും. താല്പര്യമുണ്ടായിട്ടില്ല. ആ പദവി അത് ഡിമാൻഡ് ചെയ്യുന്നു. അടി ജണ്ടയ്ക്കും തെറി മാരാർക്കും എന്ന് പറയുന്നത് പോലെ നേട്ടം വിജയനും ജിഹാദികൾക്കും തെറി എപ്പോഴും ADGPക്കും ആയിരുന്നു. ബലിയാടാക്കുവാൻ എളുപ്പം ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ADGP അജിത് കുമാറിന്റെ പല ഇടപെടലുകളും മരുമകന്റെയും ജിഹാദികളുടെയും കച്ചവടം സ്മൂത്തായി കൊണ്ടുപോകുവാൻ സാധിക്കാത്ത അവസ്ഥയിലെത്തിച്ചു. പല മലദ്വാർ കടത്ത് സംഘങ്ങളും പിടിക്കപ്പെട്ടു. പല കൺസൈൻമെന്റുകളും ഇട്ടേച്ചു പോകേണ്ടുന്ന അവസ്ഥ അവർക്ക് വന്നു. 1000 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ അറബിക്കടലിൽ ഇവർക്ക് താഴ്ത്തേണ്ടതായി വന്നു. ഖുറാൻ ലേലത്തിന് എന്ന് പറഞ്ഞു വന്ന ടെൻഡർ പരസ്യം എത്ര പേർ കണ്ടിട്ടുണ്ടാവും? കണ്ടെയ്നറിൽ ഖുറാനോടൊപ്പം വന്ന സ്വർണം കടത്തിക്കൊണ്ടുപോവുകയും ഖുറാൻ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതുകൊണ്ടാണ് അത് ഏറ്റെടുക്കുവാൻ ആളില്ലാതെ പോയത്. ഇത്തരം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പിന്നാലെ. ADGP MR അജിത് കുമാറിന്റെ രക്തത്തിനായി ദാഹിക്കുന്നവർ ഈ ജിഹാദികളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നാളെ അജിത് കുമാറിനെ പദവിയിൽ നിന്നും ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് നീക്കാനായാൽ അത് ഇവരുടെ വിജയമാണ്, കേരളത്തിന്റെ നാശത്തിന്റെ തുടക്കമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ADGP അജിത് കുമാറിന്റെ പേരിൽ മൂരി നടത്തിയ ആക്ഷേപങ്ങളിൽ ഒന്ന്, ഷാജൻ സ്കറിയയുടെ കയ്യിൽ നിന്നും 2 കോടി മേടിച്ചു. ഷാജനോട് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിലും ഷാജന പണി ചെയ്യില്ല, അജിത് കുമാർ അത്ര മണ്ടനല്ല എന്ന് നമുക്കറിയാം. കവടിയാർ കൊട്ടാരം കഥ പൊളിഞ്ഞു പോയതിനാൽ ഇപ്പോൾ അത് മിണ്ടുന്നില്ല. പിന്നെ കുറെ ഊഹാപോഹങ്ങളും ആരോപണങ്ങളും. ആർക്കാണ്
ഇത്തരം ആരോപണങ്ങൾ നടത്തുവാൻ കഴിയാത്തത്. അതുകൊണ്ട് ADGP അജിത് കുമാറിന്റെ രക്തം ദാഹിച്ച് സമ്മേളനത്തിൽ നിൽക്കുന്ന കമ്മികൾ ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രദ്ധ സമർത്ഥമായി ADGP അജിത് കുമാറിന്റെ മണ്ടയിൽ വെച്ച് വീണ്ടും K. വിജയൻ രക്ഷപ്പെടുകയും മരുമകന്റെ സ്ഥാനം കൂട്ടാളികൾക്ക് വേണ്ടി ഉറപ്പിച്ചു കൊടുക്കുകയും ആണെന്ന്. ഇവന്മാരുടെ കച്ചവടത്തിന്റെ വിശദ വിവരങ്ങൾ പിന്നാലെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.